പ്രിയമുള്ളവരെ, ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ഭാരതം അതിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ ഗ്രാമത്തിൽ LP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ രസകരമായ കാഴ്ചകളാണ്. പൊന്നോമന മക്കൾ അവരുടെ വിദ്യാലയത്തിലെ സ്വാതന്ത്ര്യദിന പരിപാടി കെങ്കേമമാക്കാൻ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും സന്തോഷം കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും PTA ഭാരവാഹികളും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ മെമ്പർമാരും കുട്ടികളെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട മധുരപലഹാരങ്ങളും പായസങ്ങളും നൽകി പൊന്നോമന മക്കളെ സന്തോഷിപ്പിക്കുന്നതിൽ മത്സരത്തിലാണ്. എന്തായാലും അവരുടെ സ്വാതന്ത്ര്യദിന ആഘോഷം അവരുടെ വിദ്യാലയത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒതുക്കാതെ വെളിയിലേക്ക് അവർ ഇറങ്ങുകയാണ്. പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി തൊട്ടടുത്തുള്ള ക്ലബ്ബുകളൊക്കെ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഞങ്ങളുടെ ക്ലബ്ബ് സന്ദർശിക്കണമെന്നും കുട്ടികൾക്കായിട്ടുള്ള മധുരപലഹാരങ്ങൾ അവിടെ റെഡി ആയിട്ടുണ്ടെന്നും ഒക്കെയാണ് അവരുടെ നിർദ്ദേശം. അതനുസരിച്ച് തൊട്ടടുത്ത ക്ലബ്ബുകളിലേക്കൊക്കെ സന്ദർശനം നടത്തുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾ വരിവരിയായി തുവെള്ള ഡ്രസ്സും അണിഞ്ഞ് അവരങ്ങനെ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അധ്യാപകർ ചൊല്ലിക്കൊടുക്കുന്ന മുദ്രാവാക്യം ഏറ്റു പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഈ ഘോഷയാത്രയിൽ അണിനിരന്നുകൊണ്ട് ഇതേ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരുമൊക്കെ സജീവമായി പങ്കാളികളാകുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. എന്തായാലും പ്രിയമുള്ളവരെ, കുട്ടികൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം എന്ന് അവർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് മുന്നേ കടന്നുപോയ നമ്മുടെ പൂർവികർ നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പകരം നൽകിയത് അവരുടെ വിലപ്പെട്ട ജീവനായിരുന്നു എന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. അവരുടെ ത്യാഗത്തിനും കണ്ണീരിനും പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നത്. അവർ അന്ന് അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ ആഘോഷിച്ച് മുന്നേറാൻ സാധിക്കില്ലായിരുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികർ ത്യാഗം ചെയ്ത് നേടിയെടുത്തതാണ് നമുക്ക് വേണ്ടി ഈ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഒരിക്കലും തന്നെ നമുക്കിടയിൽ ഒരു ഭിന്നിപ്പിന് സാഹചര്യം ഒരുങ്ങരുത്. കാരണം നമുക്ക് മുന്നേ നമ്മുടെ പൂർവികരെ ബ്രിട്ടീഷുകാർ അടക്കി വാണിരുന്നത് അവർക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിയായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ആ സത്യം അവർ തിരിച്ചറിയുകയും അവർ ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ട ഭൂമിയിൽ സജീവമാവുകയും ചെയ്തതോടുകൂടെയാണ് ബ്രിട്ടീഷുകാരുടെ കണക്കുകൂട്ടൽ തെറ്റി അവർ ഈ രാജ്യം നമുക്ക് തിരികെ തന്നുകൊണ്ട് മടങ്ങിയത്.
പ്രിയമുള്ളവരെ, നമ്മൾ തൊട്ടു മുമ്പേ കണ്ടത് രണ്ട് കൊച്ചുമിടുക്കന്മാരുടെ പാട്ടുകളാണ്. അതിലൊരാൾ വേടൻ്റെ ആളാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കാമിയോ ക്ലബിൻ്റെ മുന്നിൽ അവർ നൽകിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷം അവരുടെ വിദ്യാലയത്തിലേക്ക് തിരികെ പോകാനുള്ള പരിപാടിയിലാണ് വിദ്യാർത്ഥികൾ. ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് മഞ്ഞച്ചോല GMLP സ്കൂളിൽ നിന്നുള്ളതാണ്. എന്തായാലും ഹാളിൽ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ ഒരൽപ്പം കലാപരിപാടികളും സമ്മാനദാന ചടങ്ങുകളും ഇവിടെ നടക്കാനുണ്ട്. ഇത്തരം കാഴ്ചകളൊന്നും തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.